ആശാ വർക്കേഴ്സിന്റെ സമരം നടക്കുന്ന ആ സമരവേദിയിൽ വീണ്ടും ഇന്ന് സുരേഷ് ഗോപി എത്തി. അല്പസമയം മുമ്പ് അവിടെ മഴ തുടരുകയാണ്. രാവിലെ മുതൽ മഴ പെയ്യുന്ന സമയത്ത് അവിടെ സമരക്കാർക്ക് റെയിൻകോട്ട്, കുടകളൊക്കെ സുരേഷ് ഗോപി വാങ്ങി നൽകും എന്നാണ് അറിയിച്ചത്. അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്, നമുക്ക് കേൾക്കാം. നാളെ ഡൽഹിയിൽ ആരോഗ്യമന്ത്രിയെ കാണും, JP നദ്ദയെ കാണും, പ്രധാനമന്ത്രിയെ ആവശ്യമെങ്കിൽ ഈ വിഷയത്തിൽ കാണും എന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇന്നലെയും അവിടെ എത്തിയിരുന്നു. ഇന്നും ഈ ആശാ വർക്കേഴ്സിന്റെ സമര പന്തലിൽ സുരേഷ് ഗോപി എത്തിയിട്ടുണ്ട്. അവിടെ സമരം നടത്തുന്ന ആശാ വർക്കേഴ്സ് സ്ഥാപിച്ച സമര പന്തൽ പോലീസ് ഇന്നലെ മാറ്റിയിരുന്നു. രാത്രി എപ്പോഴാണ് അവൈലബിൾ ആവുന്നത് എന്തെടുക്കാം. സമരപ്പന്തൽ ഇന്നലെ പൊളിച്ചു മാറ്റിയിരുന്നു. അപ്പോൾ അവിടെ പിന്നീട് പെയ്ത മഴയൊക്കെ നനഞ്ഞ് അവരവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് സുരേഷ് ഗോപി അവിടെ എത്തി അവർക്ക് കുടകൾ ഒക്കെ വാങ്ങി നൽകുമെന്ന് അറിയിച്ചത്. പ്രധാനമന്ത്രിയെ കാണും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുടർച്ചയായ രണ്ടാം ദിവസവും കേന്ദ്രമന്ത്രി സമരപ്പന്തലിൽ. സലീം മാലിക് വിവരങ്ങൾ നൽകും. സലീമ, എന്താണ് സുരേഷ് ഗോപി അവിടെ എത്തി അവരോട് പറഞ്ഞത്? അവർക്ക് കുടകളും റെയിൻകോട്ടും ഒക്കെ വാങ്ങി നൽകിയെന്ന് തോന്നുന്നു അല്ലേ? വിജയകുമാർ, ആദ്യഘട്ടത്തിൽ ഈ സമരക്കാർക്ക് വാങ്ങി നൽകിയ തൊട്ടു മുൻപ് ഇവിടെ എത്തിയതിനു ശേഷം സമരക്കാർക്കൊപ്പം അല്പസമയം മഴയത്ത് ചെലവഴിച്ചിരുന്നു. അതിനുശേഷമാണ് സുരേഷ് ഗോപി ഇവർക്കെല്ലാവർക്കും കുടകളും റെയിൻകോട്ടും വാങ്ങി നൽകുമെന്നൊരു പ്രഖ്യാപനം നടത്തിയത്. പ്രഖ്യാപനം നടത്തിയതിനു ശേഷം സുരേഷ് ഗോപി ഇവിടെ നിന്ന് മടങ്ങി. പക്ഷേ അല്പസമയത്തിനകം തന്നെ 10 മിനിറ്റിനകം തന്നെ സുരേഷ് ഗോപി നിറയെ കുടകളും റെയിൻകോട്ടുകളുമായി ഇവിടേക്ക് തിരികെ എത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. യെസ്, ആദ്യം അവിടെ എത്തി. വലിയ മഴയായിരുന്നു ആ സമയത്ത്. അപ്പോൾ മഴ നനഞ്ഞ് കേന്ദ്രമന്ത്രി കുറച്ച് സമയം അവിടെ ഇരുന്നു. അതിനുശേഷം അദ്ദേഹം കുടകളും റെയിൻകോട്ടുകളും ഒക്കെ ആയി തിരികെ എത്തി എന്നാണ് സലീം മാലിക് റിപ്പോർട്ട് ചെയ്തത്.